നമുക്ക് ഈ 2000ത്തിന്റെ തുടക്കകാലത്തൊക്കെ ഇറങ്ങിയ അന്ന് നമ്മൾ ആസ്വദിച്ച് കണ്ട പല സിനിമകളും ഇന്ന് കാണുമ്പോൾ ക്രിഞ്ചടിക്കാറില്ലേ? പക്ഷെ ഇന്നലെ എനിക്കൊരു വ്യത്യസ്ത അനുഭവം ഉണ്ടായി. പറഞ്ഞു വരുന്നത് 2001 പുറത്തിറങ്ങിയ ദിലീപ് കുഞ്ചാക്കോ ബോബൻ ചിത്രം ദോസ്തിനെ പറ്റിയാണ്. യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ റാൻഡംലി മുന്നിൽ വന്നു പെട്ടതാണ് ഈ സിനിമ. ഒരു 5 മിനിറ്റ് കണ്ട് കളയാന്ന് കരുതിയാണ് തുടങ്ങിയത്. ബട്ട് ഫോർ സം റീസൺ ഈവൻ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ദാറ്റ് മൂവി സ്റ്റിൽ ലുക്സ് ഫ്രഷ്. ഒരു തരത്തിലും ക്രിഞ്ചടിപ്പിക്കാത്ത നല്ല ഫ്ലോയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രോപ്പർ എന്റർടൈനിങ് മൂവി. എന്നാലും അതെങ്ങനെയാവും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സിനിമ 2025 കാണുമ്പോഴും എന്തുകൊണ്ടായിരിക്കും എനിക്ക് അത് എഫക്റ്റീവായി തോന്നിയതെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അതിന് കിട്ടിയ ഉത്തരങ്ങൾ രണ്ടാണ്. അതിൽ ആദ്യത്തേത്, അക്കാലത്തിറങ്ങിയ മറ്റ് സകല ദിലീപ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ദിലീപിന്റേത്. കുഞ്ഞിക്കൂനനിലും ഏതാണ്ട് ഇതേപോലൊരു കഥാപാത്രം ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിലെ പ്രസാദിനേക്കാൾ കുറച്ചുകൂടി അഗ്രസീവാണ് ഇതിലെ അജിത്ത്. എന്നാൽ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി മാസ് ഇടുന്നതല്ല, പുള്ളി അങ്ങനെ ആയിത്തീർന്നതിൽ കൃത്യമായ കാരണവും കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, പൊതുവെ അക്കാലത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ സിനിമകളിലൊക്കെ എന്തുണ്ടാവും? ഒരു മരംചുറ്റി പ്രേമം എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ പടത്തിൽ അതില്ല, അഥവാ ഈ പടത്തിലെ കഥ അതിന് സമ്മതിക്കില്ല. സോ നായികയായ കാവ്യ മാധവനുമായി പ്രേമിച്ചു നടക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിൽ ഇല്ല. സോ ഇതും ഈ സിനിമയെ ഫ്രഷ് ആക്കി നിലനിർത്താൻ സഹായിച്ച ഒരു ഘടകമാണ്. പിന്നെ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അപാര ലുക്കായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ പറഞ്ഞത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ പണ്ടെപ്പോഴും ഈ സിനിമ ഒരു വട്ടമെങ്കിലും കണ്ടതായിരിക്കുമല്ലോ. എന്നാൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്ക്. ദിസ് വൺ ഏജ്ഡ് റിയലി വെൽ.